അന്തരംഗ സാധനകൾ തുടങ്ങും. പഞ്ചൈതേ ദേവതരവു മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷശ്ച പുംസിവാ ഹരിചന്ദനം എന്ന് 5 തരം വൃക്ഷങ്ങളുണ്ട്. അവയെ ദേവവൃക്ഷങ്ങൾ എന്ന് പറയും. ദേവദാരു, മന്ദാരം, പാരിജാതം, സന്താനകരണി, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. സന്താനകരണി കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സന്താനകാരിണിയായിരിക്കുന്ന കൽപ്പവൃക്ഷം അത് ഒന്ന് തന്നെയാണ്. അങ്ങനെ 5 തരം വൃക്ഷങ്ങളാണ് പ്രസിദ്ധങ്ങളായുള്ളത്. അതിപ്രസിദ്ധങ്ങളായ 5 തരം വൃക്ഷങ്ങളുണ്ട്. ആ 5 വൃക്ഷങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സമുദ്രമന്ഥനത്തിൽ നിന്നുണ്ടായതാണ് പാരിജാതം. പാരിജാതം അതുതന്നെയാണ് കൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി അവിടുന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇന്ദ്രൻ സമ്മതിച്ചൊന്നുമില്ല. ഇപ്പം ആ പാരിജാതമൊന്നും അല്ല നമ്മൾ ഈ കാണുന്ന പാരിജാതം കേട്ടോ. അത് കൃഷ്ണൻ പോയപ്പോൾ അന്തർധാനം ചെയ്തു. പിന്നെ അതിൻ്റെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി ഇത് കൃഷ്ണൻ്റെ ആണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. മായൻ മണിയാണി, കോലൻ മണിയാണി ഇതൊക്കെ കൃഷ്ണൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുകയാണ്. അതൊന്നും ഒറിജിനലല്ല. ഒറിജിനലൊക്കെ കൃഷ്ണൻ എപ്പോൾ പോയോ അപ്പോൾ തന്നെ ബെഡ് തെടുത്തെടുക്കുന്ന പോലെ ഇവരെ മുഴുവൻ തെടുത്തെടുത്താൻ കൊണ്ടുപോവാണ് ഇത്. അങ്ങനെയാണ് അതിൻ്റെ ഓരോ അവതാര ലീലയും. അങ്ങനെയാണ് അവതാര ലീല അഭംഗുരം ആടുമ്പോൾ കൂടെ കൊണ്ടുവന്നതിനെ മുഴുവൻ അതുപോലെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളവർ ആ ഓർമ്മകളുമായി ജീവിക്കുക. അതൊരു സുഖമാണ്. ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഒക്കെ സ്മരണകളുമായി ജീവിക്കുന്നത് മനോഹരമാണ്. എല്ലാവർക്കും അതിന് ഭാഗ്യമില്ല, കഴിവില്ല, അനുഗ്രഹമില്ല. ഇത് ചിലർക്കുള്ളതാണ്. സംസാരമാണ് സമുദ്രം. ആ സംസാര സമുദ്രത്തെ കടയുമ്പോൾ അപാര സംസാര സമുദ്രമധ്യേ സമ്മജ്ജതേ മേ ശരണം കിമസ്തി ഗുരോ കൃപാലോ കൃപയാവതൈതത് വിശ്വേശ പാദാംബുജ ദീർഘ നൗക എന്നാണ് ആചാര്യൻ പറയുന്നത്. പാരിജാതം എന്ന് പറയുന്നത് ഇഷ്ടവരണം. ഇവിടെ മുതലാണ് അന്തരംഗ സാധന തുടങ്ങുന്നത്. ഇനിയും ചന്ദ്രനാണ് രത്നം. ചന്ദ്രൻ ആഹ്ലാദം, ശീതളത, പ്രകാശത എല്ലാം. പൈരാവതം സത്സംഗം, പാരിജാതം സാധനാ സമ്പത്ത്, സദ്ഗുരുലാഭം. ചന്ദ്രശബ്ദം കൊണ്ട് സദ്ഗുരുവിനെ ലഭിക്കുക. ആധ്യാത്മിക സാധനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപൂർവ ഭാഗ്യം കൊണ്ടാണ് അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. കാര്യഗുരുക്കന്മാരുടെയും കാരണഗുരുക്കന്മാരുടെയും പ്രപഞ്ചത്തിൽ തന്നെ ആത്മാനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് കൈപിടിച്ചെത്തിച്ച് അനുഭവിപ്പിച്ച് തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയ. ഇത് 3ഉം വളരെ ദുർലഭമാണ്. എളുപ്പമല്ല. കാരണം ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം, ഇങ്ങനെയുള്ള വികല്പങ്ങൾ കളിക്കുന്ന ലോകത്ത് അണയും അനേക വികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ സേവിക്കാൻ പണിയാണ്. കണ്ടുകിട്ടുക തന്നെ പ്രയാസം. ഗുരു കാത്തിരിക്കുന്നവനായിരിക്കുക, ശിഷ്യൻ അന്വേഷിക്കുന്നവനായിരിക്കുക. കാത്തിരിക്കുന്നവനെ അന്വേഷിക്കുന്നവൻ ചെന്ന് കണ്ടെത്തുക, പാരസ്പര്യമുണ്ടാവുക, അതിൽ നിന്ന് വാചാമഗോചരങ്ങളായ അനുഭൂതികൾ ലഭിക്കുക, അതിൽ സേവ ചെയ്യാൻ തൽപരനായിരിക്കുക. ഇതൊക്കെ വളരെ ക്ലിഷ്ടമാണ്. പറയാൻ വളരെ എളുപ്പമാണ്. വസന്തം പോലെ ലോകഹിതത്തിന് സഞ്ചരിക്കുന്നവനും കെട്ടണഞ്ഞിടത്ത് ചാരം ചൂടിക്കിടക്കുന്ന അഗ്നി പോലെ ജ്വലിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള പദവാക്യ പ്രമാണജ്ഞനായ ശ്രോത്രീയനായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ലഭിക്കുക മഹാഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഗുരുലാഭമാണ് ഇവിടെ ചന്ദ്രൻ. ഗുരുലാഭം ഉണ്ടാകുമ്പോൾ ആഹ്ലാദം ഉണ്ടാകും. ഗുരുവിൻ്റെ സാമീപ്യം വരുമ്പോൾ തന്നെ വാസനകൾ മറക്കുന്നുണ്ടോ നോക്കാം. ഗുരുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വരുന്നുണ്ടോ നോക്കാം. ഞങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിഷ്കളങ്കതയൊന്നും വരില്ല. പല ലൗകിക വിഷയങ്ങളോ രാഷ്ട്രീയമോ പരദൂഷണോ കുശുമ്പോ മറ്റു സ്വാമിമാരുടെ കുറവുകളോ ഒക്കെ പറയണമെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾ ആവോളം പൂജിക്കുകയും ഞങ്ങളത് ആസ്വദിക്കുകയും ഭക്ത നീയാണ് ശരിക്കെൻ്റെ ശിഷ്യൻ എന്ന് പറയുകയും അനുഗ്രഹിക്കുകയും അതുമൊക്കെയായിട്ട് നീങ്ങുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാൾ ഞങ്ങളുമായിട്ട് എന്താ വ്യത്യാസം.
യാതൊരുവന്റെ സാമീപ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉള്ളിലുള്ള കാകോളം മുഴുവൻ നഷ്ടപ്പെടുന്നു. യാതൊരുവനെ കണ്ടിട്ടു പോകുമ്പോൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ വാസനാ വൈകല്യങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വാസനകൾ പറപറക്കുന്നു. അവൻ ഗുരുവാണ്. അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ്. ഗുശബ്ദോസ്യ അന്ധകാരസ്യ രുശബ്ദം തന്നിരോധനം. ഗുരുഗീത അത് മഹാഭാഗ്യമാണ്. അതിനെയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അയം സ്വഭാവസ്വതേവയത്പര സമാപനോദ പ്രവണം മഹാത്മനം സുധം സുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്താം അവതീക്ഷിതം കില. മറ്റുള്ളവരുടെ ക്ലേശം ശമിപ്പിക്കുന്ന മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാർ. ജപിക്കാനിരിക്കുമ്പോൾ, തപസ് ചെയ്യാനിരിക്കുമ്പോൾ എന്തിലും ആദ്യം ഗുരുസ്മരണം വേണം. ഗുരു ഉണ്ടോ നിങ്ങൾക്ക്? ഗുരുവിനെ സ്മരിച്ചിട്ട് എന്തും ചെയ്യാം. ആജ്ഞാചക്രാന്തരാളസ്ഥയായ ദേവിയുമായി ഗുരു രമിച്ചു നിൽക്കുന്ന ഗുരുഗൗരവം വിടാത്ത ശിഷ്യന് എന്തും കരതലാമലകം പോലെ. അതുകൊണ്ട് എന്തിനിറങ്ങുമ്പോഴും അവിടുത്തെ പാദാംബുജ രജ കൊണ്ട്, അങ്ങയുടെ പാദാംബുജത്തിൽ പറ്റിയിരിക്കുന്ന പൊടി, അതാണ് അടിയൻ അണിയുന്നത് എന്ത് കർമ്മത്തിനു മുമ്പിലും. പാരമ്പര്യ വിദ്യയുടെ അസുലഭ ശോഭയതാണ്. സഹസ്രദള പങ്കജേ സകല ശീതരശ്മി പ്രഭം വരാഭയ കരാംബുജം വിമലഗന്ധ പുഷ്പംബരം പ്രസന്നവദനേക്ഷണം സകല ദേവതാരൂപിണം സ്മരേ ശിരസി ഹംസകം തദഭിധാനപൂർവം ഗുരും. അതുകൊണ്ട് ഹംസമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബഗവും ഹംസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരക്ഷീര വിവേകമുള്ളതാണ് ഹംസം. ഹംസമാകണമെങ്കിൽ പരമഹംസനായ ഗുരുവിനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. സംസാരം മകരാലയം, അതിനെ നല്ല പോലെ മന്ഥനം ചെയ്യുമ്പോൾ ഷഡ്ചക്രോപരി സഹസ്രാരം സഹസ്ര കമലങ്ങൾ, 1000 താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മഹാപത്മാടവി എന്ന് പറയും. ആ ദേവിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗുരുവാണ്. സകല ശീതരശ്മി പ്രഭം. ശീതം അത്യന്തം തണുപ്പാണ്. ഗുരുവിൻ്റെ സാമീപ്യം കിട്ടിയാൽ പിന്നെ എല്ലാ ചൂടും പോകും. ആ ശീതള ഛായയിലെല്ലാം ലഭിക്കും. ഒരാൾ ഗുരു ഉള്ളവനാണോ എന്നറിയുന്നത് അയാളുടെ സമചിത്തത നോക്കിയിട്ടാണ്. ലൗകിക വിഷയങ്ങളിൽ ഏത് സംഭവിക്കുമ്പോഴും അതിൽ സാരമില്ല, ഇതിൽ സാരമുണ്ട് എന്ന് തിരിച്ചറിയുന്നവനാണ് ഗുരു ഉള്ളവൻ. ലോകത്തിലുള്ള ആരെയും എന്തിനും സാരമില്ല എന്ന് സമാധാനിപ്പിക്കാൻ സാരമുള്ളത് ഏകവും അദ്വൈതവുമായ ബ്രഹ്മം മാത്രമാണ്. ലൗകിക വിഷയങ്ങളല്ലേ സാരമില്ല, എല്ലാം ദൃഷ്ടനഷ്ടമാണ്, അത് പോയി സാരില്ല. അദ്വൈത വിദ്യ പഠിപ്പിച്ച ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്: ദൃഷ്ടനഷ്ടമായ ജഗത്തിൽ എന്ത് നഷ്ടമായാലും സാരമില്ല, ഒക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടപ്പെടുമ്പോൾ പ്രയത്നം കൂടാതെ ബന്ധം തീർന്നു കിട്ടും. അമ്മ വലിയ ബന്ധമുള്ളതാണ്. സ്വാഭാവികമായി മരിച്ചു കിട്ടിയാൽ സാധനം എളുപ്പമായി. ഒയ്യോ വെക്കുന്നത് 2 ദിവസമേ കരയുള്ളൂ. അത് കഴിഞ്ഞാൽ പായസം കൂട്ടി ഉണ്ണു. അമ്മയുടെ അടിയന്തരം. ഈ പാർട്ടികളൊക്കെ 16-ാം ദിവസം സുഖമായിട്ട് പായസവും കൂട്ടി അടിച്ചതാ. എന്നിട്ട് അവിടെ ഒരു ഫോട്ടോയും എടുത്തു വെച്ചു. ഇത്രയേ ഉള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധം. അമ്മയല്ലാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുമൊക്കെ പാടി അമ്മയുടെ സാരിയെ പിടിച്ച് നടന്ന് ഏതോ ഒരു പെങ്കൊച്ച് കണ്ണ് കറക്കി വലിച്ചപ്പോൾ ഇപ്പം അമ്മയും വേണ്ട അച്ഛനും വേണ്ട. അന്നേരമായി വല്യമ്മമാർക്കൊക്കെ ഭക്തി തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് നല്ല ഗുരു ഉണ്ടെങ്കിൽ ഒരു ശീതളിമയുണ്ട്. ആ ശീതളഛായയിൽ 16 കലകളുള്ള പൂർണ്ണ സകല ചന്ദ്രൻ, അതാണ് ഗുരു. ആ ഗുരുവിനെ ലഭിക്കുമ്പോൾ അതിൽ പൂർണ്ണനായ ഗുരു സ്വരൂപധ്യാനത്തെ, കാരണം ശാസ്ത്രം സാഗരമാണ്, അതിൽ ലവണമുണ്ട്. അതേ ജലം മേഘമായി പെയ്തിറങ്ങുമ്പോൾ അതിന് മധുരമുണ്ട്. നമ്മൾ പോയി നേരെ നിന്ന് ശാസ്ത്ര പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ അതിലെ ഉപ്പ് മുഴുവൻ കുടിക്കും. ഗുരു അതിനെ മന്ഥനം ചെയ്യുന്ന സമയത്ത് അത് നീരാവിയായി മുകളിലെത്തി പെയ്തിറങ്ങുമ്പോൾ മധുരമുള്ള ജലം കിട്ടും, മഴവെള്ളം. അതുകൊണ്ട് നമ്മൾ പോയിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും. ബ്രഹ്മസൂത്രാദികളും അതിൻ്റെ ഭാഷ്യവും ഒക്കെ പഠിച്ചവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഉപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ശുദ്ധമായ അമൃത ലഭിക്കും. സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ.